യൂത്ത് കോൺഗ്രസുകാർ കുത്തിക്കൊലപ്പെടുത്തിയ ധീരജ് രാജേന്ദ്രൻ്റെ പിതാവ് രാജേന്ദ്രനാണ് ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത്. ധീരജിൻ്റെ കൊലപാതകത്തിന് ശേഷവും ഈ കുടുംബത്തെ യൂത്ത് കോൺഗ്രസും കോൺഗ്രസ് നേതാക്കളും തുടർച്ചയായി വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് പ്രകടനത്തിൽ വിളിച്ച മുദ്രാവാക്യം. രാജേന്ദ്രേട്ട, കഴിഞ്ഞ ദിവസം വിളിച്ച മുദ്രാവാക്യങ്ങളൊക്കെ കേട്ടിരുന്നു. ഞങ്ങൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. 3.5 വർഷം കൊണ്ട് ഞങ്ങൾ അനുഭവിക്കുന്ന വേദന, സങ്കടം, ദുഃഖം, അതിനെ ഒന്നുകൂടി ആളിക്കത്തിക്കുന്ന രീതിയിലുള്ള പ്രകടനമായിരുന്നു അവർ നടത്തിയത്. ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ നിങ്ങൾ ഒഴുക്കിയിട്ടില്ല. അത് ഇനിയും തേച്ച് എടുത്താൽ ഉച്ചപ്പണി എടുക്കുന്ന സമയം കൊണ്ട് DYFIയും പ്രസ്ഥാനത്തെയും തകർക്കുമെന്നാണ് അവർ മുദ്രാവാക്യം വിളിച്ചത്. ഇതിനു മുമ്പ് ഇടുക്കിയിലെ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് ആ ധീരജിനെ കുത്തിയ കത്തി അയാൾ കണ്ടെന്നും വെളിപ്പെടുത്തിയിരുന്നു. ആദ്യം പറഞ്ഞത് ധീരജിനെ കൊലപ്പെടുത്തിയത് ഈ കോൺഗ്രസ്സുകാരല്ല എന്നാണ്. ഇവരുടെ രണ്ടുപേരുടെയും ഈ അഭിപ്രായങ്ങളിൽ നിന്നും വെളിപ്പെടുത്തലിൽ നിന്നും ഇപ്പോൾ കൊല നടത്തിയത് അവർ തന്നെയാണെന്ന് വ്യക്തമായില്ലേ? സുധാകരൻ പറഞ്ഞത് എന്താ? ഇരന്നു വാങ്ങിയ മരണമാണെന്ന്. ഇപ്പോൾ എല്ലാവർക്കും ബോധ്യമായില്ലേ കോൺഗ്രസ്സുകാരാണ് ഇത് ചെയ്തതെന്നുള്ളത്? ഞങ്ങളെ എന്തിനാണ് ഇവർ ഇങ്ങനെ കുത്തി നോവിക്കുന്നത്? ഞങ്ങൾ ഇവരോട് എന്ത് തെറ്റാണ് ചെയ്തത്? ഒരു തെറ്റാണ് ഞാൻ ചെയ്തത്. ഞാനൊരു 45 വർഷത്തിലധികമായുള്ള എൻ്റെ കോൺഗ്രസ് അനുഭവ മനസ്സിനേറ്റ ഒരിക്കലും ഉണങ്ങാത്ത ഏറ്റവും വലിയ മുറിവാണ് കോൺഗ്രസിനും ഇവിടെ സുധാകരനും വോട്ട് ചെയ്തതിന് എനിക്ക് കിട്ടിയ പ്രതിഫലം. ഈ കത്തി കയ്യിലുണ്ട് എന്നാണ് ഇപ്പോഴും അവർ മുദ്രാവാക്യം, കൊലവിളി മുദ്രാവാക്യമാണ് മുഴക്കുന്നത്. അതെ, തീർച്ചയായും അവരങ്ങനെയാണ് പറയുന്നത്. കത്തി കയ്യിലുണ്ട്. ഇടുക്കിയിലുള്ള ഒരു യൂത്ത് കോൺഗ്രസിൽ നിന്ന് പുറത്തു പോയ അവൻ പറയുന്നത് ആ കത്തി ഞാൻ കണ്ടു എന്നാണ് പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസം വിളിച്ച മുദ്രാവാക്യത്തിൽ ആ കത്തി അവരുടെ കയ്യിലുണ്ട്. അത് അറബിക്കടലിൽ ഒഴുക്കിയിട്ടില്ല. അത് ഇനിയും മിനുക്കിയെടുക്കാൻ ഞങ്ങൾക്കാകുമെന്നാണ് പറയുന്നത്. എത്രത്തോളം ഇത് കേൾക്കുന്ന സമയത്ത് വീണ്ടും തുടർച്ചയായി ഇങ്ങനെ കുടുംബത്തെ വേട്ടയാടുകയാണ്? വേദന എത്രമാത്രം അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. കാര്യം വെച്ചാൽ ഇവരുടെ ഈ പ്രകടനങ്ങളും ഈ അഭിപ്രായങ്ങളും മുദ്രാവാക്യവും കേൾക്കുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ആ സംഭവം മനസ്സിൽ ഓടിയെത്തുകയാണ്. അത് ഞങ്ങളുടെ ഹൃദയത്തെ തകർക്കുകയാണ് ചെയ്യുന്നത്. താങ്ങാവുന്നതിലും അപ്പുറമാണ് ഇവർ ഞങ്ങളോട് കാണിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തിന് ഞങ്ങളോട് ഇങ്ങനെ ഈ കോൺഗ്രസ്സുകാർ ഞങ്ങളോട്, അതും ഒരു കോൺഗ്രസ് അനുഭാവിയായ എന്നോട് കാണിക്കുന്നത് എന്നാണ് എനിക്ക് ഈ കോൺഗ്രസ് നേതൃത്വത്തോട് ചോദിക്കാനുള്ളതും. അവരുടെ കയ്യിൽ അവർ ഉണ്ടെന്ന് പറയുന്ന ആ കത്തി കൊണ്ട് അവർ പറയുന്ന സ്ഥലത്ത് ഞാൻ ചെല്ലാം. അതുകൊണ്ട് ഞങ്ങളെ ഇവിടെ ജീവച്ഛവമായി ജീവിക്കുന്ന 3 ജീവനുകളെ കൂടി അവർ കുത്തിക്കൊല്ലട്ടെ എന്നാണ് എനിക്ക് ഈ കോൺഗ്രസ് നേതൃത്വത്തോട് പറയാനുള്ളത്. ഏതായാലും ഇത് ഈ കുടുംബത്തിന് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറത്താണ്. കാരണം ഈ ഒരു നിഷ്ഠൂരമായ കൊലപാതകത്തിന് ശേഷവും ഈ കുടുംബത്തെ ഇവർ വെറുതെ വിട്ടിട്ടില്ല എന്നുള്ളതാണ്. ഈ രാജേന്ദ്ര അട്ടണവും കുടുംബവും പതിറ്റാണ്ടുകളായി കോൺഗ്രസ് അനുഭാവികളായ കുടുംബമാണ്. അവരെയാണ് ഈ രീതിയിൽ കോൺഗ്രസ്സുകാർ തന്നെ വേട്ടയാടുന്ന ഒരു സാഹചര്യം ഉള്ളത്. ഏതായാലും വലിയ വേദനയിൽ തന്നെയാണ് ഈ കുടുംബം ഇപ്പോൾ കഴിയുന്നത്. അതുകൊണ്ട് ഇത്തരത്തിൽ ഇനിയും ഈ കുടുംബത്തെ തുടർച്ചയായി വേട്ടയാടുന്നത് അവസാനിപ്പിക്കണം എന്നുള്ള അഭ്യർത്ഥന കൂടിയാണുള്ളത്. കണ്ണൂർ തളിപ്പറമ്പിൽ നിന്നും അനിൽ കല്യാശ്ശേരിക്കൊപ്പം M. സന്തോഷ്.